അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളൊരു കാര്യമാണ് അസ്സലാത്തു ബി അവ്വലി വക്തിഹ, നിസ്കാരം അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട്, അവൻ്റെ വായു ശ്വസിച്ചിട്ട്, അവൻ്റെ വെള്ളം കുടിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റായൊരു നടപടിയാണ്. അതുകൊണ്ട് നാം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും സുബഹിയുടെ ബാങ്കിൻ്റെ സമയത്ത് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നിസ്കാരമെന്ന് വിളിച്ചു പറയുമ്പോൾ നാം പരമാവധി സുബഹിയുടെ ജമാഅത്ത് നാം നിർവഹിക്കുവാനും സുബഹി ഖളാ ആക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്. ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു തആല മാത്രമാണ്. അള്ളാഹു തആല എന്നും ജീവിക്കുന്നവനാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. അങ്ങനെ നാം 7 വയസ്സായിട്ട് നമ്മുടെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും അവരെ നിസ്കരിച്ചിട്ടില്ല എങ്കിലും നോമ്പ് പിടിച്ചില്ല എങ്കിലും അവരെ അടിക്കുകയും വേണം. അങ്ങനെ നാം നല്ല അദബ് പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നാം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം നാഫിയായ ഇൽമിനെ നാം കരസ്ഥമാക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.